ഏതു പ്രായത്തിലുമുള്ള സ്ത്രീയോ പുരുഷനെയോ വാദസംബന്ധമായ രോഗങ്ങൾ ഏതു സമയത്തും വന്നു ചേരാവുന്നതേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ തോമസ് ജോർജ്, കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ്, കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആർത്രൈറ്റിസിനെ പറ്റിയാണ്. ആർത്രൈറ്റിസ് അഥവാ വാതരോഗങ്ങൾ ഏതു പ്രായത്തിലുമുള്ള ആൾക്കാരെയും ബാധിക്കാവുന്നതാണ്. ഓരോ പ്രായത്തിലും ഓരോ തരത്തിലുള്ള ആർത്രൈറ്റിസുകളാണ് സാധാരണ കണ്ടുവരാറ്. ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നീ വാദങ്ങൾ താരതമ്യേന പ്രായം കൂടിയ ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. അതേസമയം സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്, SLE, സ്പോണ്ടൈലോ ആർത്രപ്പതി എന്നീ വാദങ്ങൾ 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലാണ് സാധാരണ കണ്ടുവരാറ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മാത്രം കണ്ടുവരുന്നൊരു തരം വാദമാണ് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്. എന്തിനേറെ പറയുന്നു, നവജാത ശിശുക്കളിൽ പോലും നിയോനേറ്റൽ SLE എന്നൊരു തരം വാദം വന്നു ചേരാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഏതു പ്രായത്തിലുമുള്ള സ്ത്രീയോ പുരുഷനെയോ വാദസംബന്ധമായ രോഗങ്ങൾ ഏതു സമയത്തും വന്നു ചേരാവുന്നതേ ഉള്ളൂ. എന്താണ് ആർത്രൈറ്റിസിന്റെ ലക്ഷണം? ജോയിന്റുകളിൽ, സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, നീർവീക്കം, വിട്ടുമാറാത്ത പനി എന്നിവയാണ് ആർത്രൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ. നേരത്തെ തന്നെയുള്ള രോഗനിർണയവും ശരിയായ ചികിത്സയും ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിൽ നിർണായകമാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള റുമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യും. കാരിത്താസ് കളത്തിപ്പടി ഫാമിലി ഹോസ്പിറ്റലിൽ എല്ലാ 1-ാമത്തെയും 3-ാമത്തെയും ബുധനാഴ്ചകളിൽ എൻ്റെ സേവനം ലഭ്യമാണ്. സേ യെസ് ടു എ പെയിൻ ഫ്രീ ലൈഫ്. താങ്ക് യു.